ബോട്ടോക്സ് അതേപോലെ കെരാട്ടിൻ സ്ട്രെയിറ്റനിങ് ഒക്കെ ചെയ്യുമ്പം പൂർണ്ണമായും അതിനകത്ത് കെമിക്കലുകൾ തന്നെയാണ്. ഫോർമാൽഡിഹൈഡ് പോലുള്ള കെമിക്കലുകളാണ് അവർ സ്ട്രക്ചറൽ ചേഞ്ചിന് ഉപയോഗിക്കുന്നത്. പിന്നെ ഇവയെ സംരക്ഷിക്കുന്നത് നമുക്കൊരു ടാസ്ക് തന്നെയാണ്. അപ്പോൾ ആദ്യം കാണുമ്പോൾ ഇതുപോലെ ഒരു രസമൊക്കെ തോന്നും, അതിനുശേഷം പിന്നെ അത് സംരക്ഷിക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ അവിടെ നമ്മൾ B12 സിങ്ക് അടങ്ങിയ വൈറ്റമിനുകൾ കഴിക്കുക. അതേപോലെ തന്നെ ഒമേഗ 3 നമ്മുടെ ശരീരത്തിൽ ഡെയിലി എന്ന പോലെ ഉൾപ്പെടുത്തുക. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ട്, നാച്ചുറലായിട്ട് തലയോട്ടിയിൽ രക്തോട്ടം, നമ്മുടെ സ്കാൽപ്പിൽ രക്തോട്ടം വർദ്ധിപ്പിക്കുന്ന ട്രീറ്റ്മെൻറ്റുകളുണ്ട്. അപ്പോൾ അവിടേക്ക് ആ ഒരു ഇതിലേക്ക് നമ്മൾ എത്തുക. രക്തയോട്ടം വർദ്ധിപ്പിക്കാനായിട്ടുള്ള എക്സസൈസുകൾ, ഭക്ഷണത്തിൽ ഫൈബർ അടങ്ങിയ കണ്ടൻറ്റുകൾ, പിന്നെ അതേപോലെ തന്നെ ഈ ഫോർമാൽഡിഹൈഡ് നമ്മളിൽ ഉണ്ടാക്കുന്ന ഒരു ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഉണ്ട്. അത് ഈ സ്കിന്നിൻ്റെ ഹെയറിൻ്റെ ഫോളിക്കിളിലുണ്ടാവും. അത് വീണ്ടും അടിയിൽ നിന്നൊരു ബ്ലീച്ചിങ് എഫക്റ്റും കൂടെ കൊടുക്കുന്നുണ്ടാവും. അപ്പം ആക്ച്വലി ഇത് ചെയ്യുന്നവർ ആ ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്തതിന് ശേഷം ഇൻറ്റേർണൽ കെയറാണ് ശരിയായിട്ട് കൊടുക്കേണ്ടത്. ഇപ്പം ഞങ്ങളുടെ ക്ലിനിക്കിലാണെങ്കിൽ വരുന്നവർക്ക് ഇങ്ങനെ വരുന്ന ഒത്തിരി കേസസ് ഉണ്ട്. പലപ്പോഴും അവിടുന്ന് മുടിയുടെ വളർച്ച കുറഞ്ഞു പോകുന്നു, അത്ര ഏരിയ ഗ്ലേസിങ് ആവുന്നു, അതായത് സ്കാൽപ്പ് ഗ്ലേസ് ആകുന്ന തിളങ്ങുന്ന പോലത്തെ ഒരവസ്ഥ വരും. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യുന്നത് നാച്ചുറലി രക്തോട്ടം കൂടാനുള്ള പ്രൊസീജിയേഴ്സാണ് ചെയ്യുന്നത്.